നാട്ടിലെത്തിയാൽ പിന്നെ നാടൻ വിഭവങ്ങൾ കഴിക്കാൻ ഒരു പ്രത്യേക താല്പര്യം തന്നെയാണ്. ചക്ക, മാങ്ങ, ഓലോലിക്ക, ചാമ്പയ്ക്ക, കരിക്ക് അങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ് തന്നെയായിരിക്കും. നാട്ടിൻപുറത്തൊക്കെ ജനിച്ച് വളർന്നവർക്ക് ഇതൊക്കെ പ്രിയപ്പെട്ട തന്നെ ആയിരിക്കുമല്ലോ. ഇതിൽ മുൻനിരയിൽ തന്നെ കാണും കേട്ടോ ചക്ക വെച്ചുള്ള വിഭവങ്ങൾ കഴിക്കാനുള്ള ഒരു താല്പര്യം. അങ്ങനെ ചക്ക എവിടെയെങ്കിലും കിട്ടുമോ എന്ന് കുറേ അന്വേഷിച്ചു. ചക്കയുടെ സീസൺ അല്ലാത്തത് കൊണ്ട് പലയിടത്തും ഇല്ലായിരുന്നു. ചിലയിടത്തൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ ചക്ക അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ വരിക്കപ്ലാവിലുണ്ടായ ചക്കകൾ ഒരെണ്ണം വേവിക്കാൻ പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് അച്ഛനൊരു സംശയം പറയുന്നത്. സംശയം ചിലപ്പോൾ ശരിയായാലോ. അങ്ങനെ അടുത്ത ദിവസം തന്നെ ചക്ക ഇടാൻ ആളെ വിളിച്ചു വരുത്തി ചക്ക ഇട്ടു. ദേ ആ ചക്കയാണ് കേട്ടോ ഇത്. സംശയം പറഞ്ഞത് തെറ്റിയില്ല കേട്ടോ. വേവിക്കാൻ പാകത്തിനുള്ള ചക്ക തന്നെയായിരുന്നു. സാധാരണ ഈ വരിക്കച്ചക്ക വേവിക്കാറൊന്നുമില്ലായിരുന്നു, പഴുപ്പിച്ച് കഴിക്കാറേ ഉള്ളായിരുന്നു. അങ്ങനെ കഴിക്കാനായിരുന്നു ഇതിന് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ ചക്ക വേവിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം കഴിക്കുമല്ലേ ചക്ക, അതുകൊണ്ട് കുറച്ച് ആഡംബരമായാലോ. ഓ, ആഡംബരമൊന്നുമല്ല, ഒരാഗ്രഹം അത്രേ ഉള്ളൂ, വേറൊന്നുമല്ല. ഇന്നത്തെ ഉച്ചയൂണ് ഇലയിൽ തന്നെ ആകാമെന്ന് വിചാരിച്ചു. ചക്കയ്ക്ക് കോമ്പിനേഷനായിട്ട് മീനും ചിക്കനും പിന്നെ നല്ല കാന്താരി മുളക് ഉടച്ചതും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് ഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ചക്ക സീസൺ അല്ലാഞ്ഞിട്ട് പോലും ചക്ക കഴിക്കാൻ പറ്റി.